നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കൂടോത്ര വിവാദത്തിൽ കൂടുതൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ്. കെ സുധാകരനെതിരെ കൂടോത്രം നടത്തിയത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു ഉന്നത നേതാവാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. സുധാകരൻ്റെ അടുത്ത അനുയായിയായ ബിപിൻ മോഹനാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഈ കൂടോത്രം ചെയ്തതിന് പിന്നിലെ നേതാവ് ആരായിരിക്കാം? കോൺഗ്രസിൽ എത്രമാത്രം ശക്തിയായി കൂടോത്രം എന്ന പരിപാടി നിലനിൽക്കുന്നു? ഇത്തരം വിഷയങ്ങൾ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ സൂപ്പിയാണ്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സൂപ്പി, ഈ ആധുനിക ലോകം തള്ളിക്കളഞ്ഞ ഒരു പരിപാടിയാണ് കൂടോത്രം. പക്ഷേ നമ്മെ നയിക്കേണ്ട നേതാക്കൾ ഇപ്പോഴും കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആയിരിക്കുമോ കെ സുധാകരനെതിരെ ഇങ്ങനെ ഒരു പണി കൊടുത്തത്? സൂപ്പി എന്ത് കരുതുന്നു? ഈ ആധുനിക കാലത്ത് ഇത്തരം വിശ്വാസം കൊണ്ട് നടക്കുന്ന പല ആൾക്കാരുണ്ട്. ഏത് വിഭാഗത്തിലായില്ല, മുസ്ലിംകാര്, എല്ലാ വിഭാഗങ്ങളിലും. ഇത് ഇത്തരം ചെയ്യുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഒതുക്കാൻ വേണ്ടി. കാരണം BJP-യിൽ പോകുന്ന സുധാകരനെ ഒതുക്കാൻ വേണ്ടി നേതാക്കന്മാർ പണിയൊപ്പിച്ച പരിപാടിയാണ്. BJP-യിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയാണോ കൂടോത്രം ചെയ്തത്? അത് തന്നെയാണ്. കാരണം അത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്നാലും അങ്ങനെ നിൽക്കൂല്ലോ കോൺഗ്രസില്. കാരണം ഹലോ കേൾക്കാം. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത പണിയായത്. കാരണം അത് നിർബന്ധമായും അവരെ പിടിക്കണം. കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ആളാണ് ഇതിന്റെ പിന്നിലുള്ള എന്റെ അഭിപ്രായം. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, അനിയൻകുട്ടൻ. ശ്രീ അനിയൻകുട്ടന് എന്ത് തോന്നുന്നു? ഈ കൂടോത്രമൊക്കെ ഇനിയും ഈ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടോ ശ്രീ അനിയൻകുട്ടൻ? സാറേ നമസ്കാരം. നമസ്കാരം. ഇന്നലെ വരെ കേട്ടത് ഇത് നമ്മുടെ സമൂഹത്തെ ഇത് ഇവിടെ പല വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുരുതി ഇങ്ങനെ ഒരു ആൾ ദൈവമായിട്ട് നടക്കുന്ന കുറെ ഒരു വിഭാഗമുണ്ട്. അവരൊരു തൊഴിലാണ്. ഇത് ഇപ്പം കൂടോത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ അത് കണ്ടുപിടിച്ചു, ഉമ്മിത്താനും എല്ലാം കയറി കണ്ടുപിടിച്ച് ഇത് പാർട്ടിയെ തന്നെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന പരിപാടി. ഇതാരായാലും ഉന്നതനേവനാന്ന് പറഞ്ഞാലും ഇത് വെളിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും KSകാരും തെരുവിൽ കിടന്ന് ഈ പാർട്ടിക്കാരുടെ അടിയും തൊഴിയും കൊണ്ടുപോയി ഇവനൊക്കെ എന്താ കാണിക്കുന്നത്? ഇവനൊക്കെ എന്താ കാണിക്കുന്നത്? ഇവനൊക്കെ ഇത് അന്വേഷിച്ച് കേസ് കൊടുത്ത് ഇത് അന്വേഷിച്ച് ഇവനെ വെളിയിൽ കൊണ്ടുവന്ന് ഇവനെ കെട്ടിത്തൂക്കണം. അതാ ചെയ്യേണ്ടത്. സമൂഹത്തിൽ തന്നെ കെട്ടിത്തൂക്കി ഈ വൃത്തികെട്ട സ്വഭാവം ഇറക്കുന്ന സമൂഹത്തിൽ കെട്ടിത്തൂക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കോൺഗ്രസ്സുകാർ കേൾക്കുന്നുണ്ട്, KPC അധ്യക്ഷനും കോൺഗ്രസ് നേതൃത്വം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് കർശന നടപടി എടുക്കണം. എന്തോ നാണക്കേട് എന്നാൽ ഇവനെ കെട്ടിത്തൂക്കുക തന്നെ ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ് ശ്രീ അനിയൻകുട്ടൻ്റെ പ്രതികരണം. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് എത്രയോ ശക്തമായി ഉപയോഗിച്ച ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് സത്യമന്വേഷിക്കാൻ മാത്രമല്ല, അത് നമ്മുടെ ചിന്താഗതിയുടെ അന്തർലീനമായ ഘടകമാകണം എന്ന് നെഹ്റു എല്ലാ ഘട്ടത്തിലും അടിവരയിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പിന്മുറക്കാർ അധികാര സ്ഥാനങ്ങൾ കൈയാളാനോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരെ തെറിപ്പിക്കാനോ ഒക്കെ കൂടോത്രം അത് സ്വീകരിക്കുന്നു, ആ രീതി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ശ്രീ സുരേന്ദ്രൻ എങ്ങനെ കാണുന്നു? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് ഈ ഗാന്ധിയൻ സംസ്കാരങ്ങളും അതുപോലെ മറ്റേ നെഹ്റുവിൻ സംസ്കാരങ്ങളാണോ ഇപ്പൊ കോൺഗ്രസിൽ നടക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് ഇപ്പൊ നടക്കുന്നത് അങ്ങനെയെല്ലാം തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇലക്ഷന് മുന്ന് വരികയായിരുന്നെങ്കിൽ സുധാകരന് ഒരു 50,000 വോട്ട് കൂടി കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടാകുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പെർഫോമൻസിനനുസരിച്ചിട്ടല്ല അദ്ദേഹത്തിന്റെ വിജയം അവിടെ കണ്ടത്. അപ്പോ ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് ഇപ്പൊ പിണറായി വിജയനെ തെറി വിളിച്ചതിന് ഞാൻ BJP-യിലേക്ക് പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് 1 ലക്ഷത്തിന് അധികം വോട്ടിന് അവിടെ ജയിക്കാൻ കാരണം. അപ്പൊ ഇതും കൂടി വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരു 50,000 വോട്ട് കൂടി കൂടുതൽ കിട്ടിയിരുന്നു. കാരണം ഈ കൂടോത്ര വിശ്വാസികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി ഉണ്ടാവും. ആ വിഭാഗം കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു തരും. അപ്പൊ അദ്ദേഹം നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ കൂടോത്രം ഇങ്ങനെയുള്ള വിഷയങ്ങള് നമുക്ക് ന്യൂസ് 18 എടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ കാലത്ത് സംസാരിക്കുന്നത് തന്നെ എനിക്ക് അത്ര വലിയ യോജിപ്പില്ല അതിനോട്. അല്ല, പക്ഷെ നമ്മളിത് പറയണ്ടേ ശ്രീ സുരേന്ദ്രൻ, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നു എന്ന കാര്യം പറയണ്ടേ, പുറത്തു കൊണ്ടുവരണ്ടേ? അല്ലാതെ നമ്മൾ ഈ വാർത്ത വേണമെങ്കിൽ തിരസ്കരിക്കാമായിരുന്നു, പക്ഷേ ഇത് ഈ നാട്ടിൽ നമ്മളെ നയിക്കേണ്ട ആളുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് ഈ നാടിനെ അറിയിക്കണ്ടേ? അറിയിക്കണ സാറ് അറിയിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മള് നല്ല നമസ്കാരം കൊടുത്ത് തൊഴുകയെ പറ്റാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇവരൊക്കെ തിരുത്താൻ പോവാന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താനായാലും ഇവരൊക്കെ ആയാലും ഇത്രയും പ്രായമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ തിരുത്താൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു വൃഥാവലതായിരിക്കും. കാരണം അതിന് ആ ഭാഗം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ല, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കേണ്ടി വരും. അതേമാതിരി ഇതിനൊക്കെ കാണാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ. പക്ഷേ നമ്മുടെ രാജ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വളരെ കൃത്യമായി എടുത്ത് പറയുന്നൊരു കാര്യമാണ് എല്ലാവരും ശാസ്ത്രപരമായി ചിന്തിക്കാനും സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള ശ്രമം നടത്തണം എന്ന് അതിൽ വളരെ കൃത്യമായി പറയുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം എന്ന് നമ്മുടെ ഭരണഘടന അടിവരയിട്ട് പറയുന്നു. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, നമ്മുടെ നവഭാരത ശില്പികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ ശാസ്ത്രബോധം, നമ്മുടെ ഭരണഘടന അടിവരയിട്ട ശാസ്ത്രബോധം ആധുനിക നേതൃത്വത്തിന് കൈമോശം വരികയാണോ? ഞാൻ ചിന്തിക്കുന്ന ഇത്തരം പടുബുദ്ധികളായിരുന്നല്ലോ നമ്മൾ ഈ നിയമനിർമ്മാണ സഭയിലേക്ക് നമ്മളൊക്കെ തെരഞ്ഞെടുത്തത്. പക്ഷെ എനിക്ക് ഈ രക്തത്തെ പങ്കില്ല, ഞാൻ വോട്ട് ചെയ്ത ആളാണ്. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്? ഇങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെന്തൊരു മനുഷ്യന്മാർ, മനുഷ്യന്മാർ പറയാൻ പറ്റും. ഇവരൊക്കെ എന്ത് രാഷ്ട്രീയക്കാരാണ് ഇവര്? ഇവരൊക്കെ നമ്മളെ ചെലവില് ഓരോ മാസം 3, 4, 5 ലക്ഷം ഉറുപ്പിക ചെലവ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ. ഞാൻ പറഞ്ഞ രണ്ടാളും സംശയമുണ്ട്. ഒന്നിക്കല് MM വാസൻ, അല്ലെങ്കിൽ EP ജയരാജൻ. ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ആ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ട് ഒരു കൂടോത്രം ചെയ്യറോ, അല്ലെങ്കിൽ നമ്മളെ നരേന്ദ്രമോദിക്ക് എതിരായിട്ടും ചെയ്യറോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാൾക്കാർ അവരാണ്. എന്തൊരു ലോകമായത് ഇവരൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ നമ്മള് കഷ്ടം ഇവരെ ആ സുരേന്ദ്രമോഹൻ നമിക്കുന്ന ഇവരെ. എന്തൊരു ബുദ്ധിയുള്ള ഇവരൊക്കെ ശരിക്കും. ഞാൻ ചോദിക്കും സുധാകരനൊക്കെ ഞാൻ വളരെ ആരാധിക്കുന്ന നേതാവ് അയാളൊക്കെ. ഇയാൾ ഇത്ര പടു ബുദ്ധിയായി ഇയാളൊക്കെ. രാജ്ഭവൻ കൊണ്ട് തന്നെ വിടാം നമുക്ക്. അയാൾ പിന്നെ ഒരു വേസ്റ്റ്. ഇത് ശരിയില്ല. മാനിക്കുന്നപ്പാ. ഓക്കെ. യെസ്. മുഹമ്മദ്, ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ മുഹമ്മദ്, ഈ കൂടോത്രമൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ടോ? ആളുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഈ മഞ്ചേരിയിലെ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ കൂടോത്രത്തെയൊക്കെ സമീപിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. മഞ്ചേരിയിലെ ആൾക്കാർ കൂടോത്തരം ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലരൊക്കെ കൂടോത്തരം നടത്തുന്നുണ്ട്, അതിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ കൂടോത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞാനതിൽ വിശ്വസിക്കണില്ല, ഞാൻ ദൈവത്തിനെ വിശ്വസിക്കണുള്ളൂ. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടോത്രം ചെയ്തിട്ട് മറ്റു പല നമുക്ക് എതിരായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് നശിപ്പിക്കാലോ. അതൊന്നും ആരും ചെയ്യണില്ലല്ലോ. പിന്നെ ഒന്നും കൂടി പറയാണ്ട്, ഇപ്പൊ പിന്നെ ഒരു പേപ്പറിലുണ്ടെന്ന് കൂടോത്രം കൊണ്ട് കുടുങ്ങി കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. കൂടോത്രം കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ് വേറൊന്ന് സുധാകരൻ സാറ് പറഞ്ഞതും പേപ്പറിലുണ്ട്. പിന്നെ പണ്ട് കൂടോത്രം പറഞ്ഞതാണ് നമ്മളെ ബഹുമാനപ്പെട്ട കരുണാകരൻ സാറിന്റെ മകൻ K. മുരളീധരൻ വിലാത്തിക്കുളത്തുള്ള വീടിന്റെ വഴി, കരിക്ക് കയറുന്ന വഴി, ആ വഴി അവിടുന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞു കൊടുത്ത ആള് കൂടോത്രത്തിന്റെ ആളായിരുന്നു, ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അയാൾക്ക് അന്ന് DIC ഉണ്ടാക്കി, വേറെ ഉണ്ടാക്കി, ആരും രാഷ്ട്രീയത്തേക്ക് വിളിക്കണില്ല. അങ്ങനെ അയാള് വളരെ വിഷമത്തിലാവുമ്പോ പറഞ്ഞതാ. അപ്പൊ ഇയാള് പറഞ്ഞു കൊടുത്തതാ, നിങ്ങളെ വഴിയൊന്ന് മാറ്റണം, എന്നാ നിങ്ങൾക്ക് നന്നാവുന്നു. അപ്പൊ വിലാത്തിക്കുളം ഭാഗത്തുള്ള ആ റോഡ് മാറ്റിയിട്ട് അയാളെ വീട്ടിലേക്കുള്ള വഴി മാറ്റി വേറൊരു ഭാഗത്ത് കൂടി ആക്കി. അപ്പൊ ഇവരൊക്കെ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാ മറ്റൊരാളെ പിന്നെ ഇല്ലായ്മ ചെയ്യാൻ ഇവർക്കും കൂടോത്രം ചെയ്തൂടെ എന്നുള്ളതാ പറയുന്നത്. അങ്ങനെ കൂടോത്രം എന്ന് പറഞ്ഞാൽ ഒന്നില്ല.
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് എന്ത് പറയാനുണ്ട്? നവോത്ഥാന കേരളം നടന്ന വഴികളിലൊക്കെ ഇനി തിരിഞ്ഞു നടക്കുന്നു എന്നാണോ ഈ കൂടോത്രക്കാരിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട സുഹൃത്ത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മല പോലെ ഉറച്ചു നിൽക്കുന്ന കരുത്തനായ ശാസ്ത്ര അവബോധമുള്ള ഒരാൾ പോലും എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സുലയുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അദ്ദേഹം ഉറച്ച ശാസ്ത്ര അവബോധത്തെ മാറ്റി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസങ്ങളിലേക്ക് പോകുന്നത്. സുധാകരന്റെ കാര്യത്തിൽ അത് വ്യക്തമാണെന്ന് എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം. ഇടക്കാലത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം സംസാരിച്ചു. എന്നാൽ നമുക്ക് ഇതിന്റെ ഇടയിൽ കെ സുധാകരൻ വിദേശത്ത് ചികിത്സിക്കുവാൻ പോയ ചരിത്രമൊക്കെ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. അതൊന്നും വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ, അക്രമ രാഷ്ട്രീയത്തിൽ വളരെ CPM-നോ പോലെ പിടിച്ചു നിന്ന കോൺഗ്രസിനെ കൊണ്ടെത്തിച്ച ഒരു നേതാവാണ്. ശക്തനാണ്, കരുത്തനാണ് സുധാകരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യമിടയ്ക്ക് ക്ഷയിച്ചു. അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ വ്യത്യാസമുണ്ടായി. അദ്ദേഹം സംഘപരിവാറിന് അനുകൂലമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മാനസിക നില സാധാരണയിൽ കഴിഞ്ഞു വ്യതിചലിച്ചു എന്ന് കേരളത്തിലെ ജനത ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ശക്തനായ ഒരാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ കരുത്ത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിപ്പോ പറയുന്നതിന്റെ കാരണം അതാണ്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു പോയത് അതാണ് ഒന്ന്. രണ്ടാമത് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ ചർച്ച നടക്കുന്ന, നവോത്ഥാനം എന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു മത്സരം നടക്കുന്ന കാലമാണ്, പോര് നടക്കുന്ന കാലമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ഈ വിശ്വാസികളൊക്കെ ഒരു പുതിയ തന്ത്രത്തിലേക്ക് കടന്നിട്ടുണ്ട്. താങ്കൾക്ക് അറിവുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയ ആധ്യാത്മിക പ്രഭാഷകരും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ വക്താക്കളും ഒക്കെ അവരുടെ ഈ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാസ്ത്രത്തിൽ ഊന്നിയാണ് അവർ പറയുന്നത്. ഈ പല വിശ്വാസങ്ങളും ഈ നമ്മൾ ഒരു കാലത്ത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞിരുന്നതൊക്കെ ഇപ്പൊ ചില ശാസ്ത്രത്തിന്റെ ചില മുക്കും മൂലയും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും ആ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് അതിന്റെ ഉദാഹരണങ്ങളുള്ള താങ്കളോട് സൂചിപ്പിക്കുവാനുണ്ട്. എനിക്ക് വളരെ ബഹുമാന്യനാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ അദ്ദേഹം പരേതനായി എങ്കിലും നമ്മുടെ കേരളത്തിലൊരു വലിയ ISRO-യിൽ പിന്നെ ഉദ്യോഗമുണ്ടായിരുന്നൊരു വലിയ പ്രഭാഷകൻ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ പേര് പരാമർശിക്കുന്നില്ല, താങ്കൾക്ക് പറഞ്ഞു വരുമ്പോൾ അറിയാം. അദ്ദേഹം പോലും പ്രഭാഷണങ്ങളിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ശാസ്ത്രത്തിലൂന്നിയ, യാഥാർത്ഥ്യത്തിലൂന്നിയ, സയൻസിലൂന്നിയ വിശ്വാസത്തെ പുതിയ തരത്തിൽ ജനങ്ങളിലേക്ക് ആവാഹിപ്പിക്കുന്ന ഒരു തന്ത്രം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. എനിക്ക് വലിയ ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഈ ശാസ്ത്രത്തിൽ ഊന്നി പറയുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനെ അനുവർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെയൊക്കെ അനുവർത്തിച്ചുകൊണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ആ ശാസ്ത്ര മേഖലയിൽ ഉള്ളവർ പോലും വിശ്വാസത്തിന്റെ മുക്കും മൂലയും ഈ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് പുതിയ തലമുറയിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ഒരു പുതിയ തരം വിശ്വാസത്തിന്റെ ലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ ഒരു വിശ്വാസം ഉള്ളത് അത് നല്ല കാര്യത്തിനാണെങ്കിൽ, നമുക്ക് കുറേ പോസിറ്റീവ് എനർജി കിട്ടാനാണെങ്കിൽ, നമുക്ക് കുറച്ച് ആത്മവിശ്വാസം വർദ്ധിക്കാനാണെങ്കിൽ അതിനെ അംഗീകരിക്കാം. പക്ഷേ ഈ അനാചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ തടയിടേണ്ടിയിരിക്കുന്നത്. ഏതായാലും ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് വേറെ ആളുകളും കാത്തു നിൽക്കുന്ന. തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? ഇത് എന്ത് തരം രാഷ്ട്രീയമാണ് ശ്രീ ബാലകൃഷ്ണൻ? കേൾക്കാമോ സാർ? കേൾക്കാം. ശരിയാ സാർ വരുന്നത്. കാരണം ഗൂഢോത്തരം ചെയ്തിരുന്ന കൊണ്ടു മുമ്പ് ഒരു ബഹുമാന്യനായ പ്രേക്ഷകൻ പ്രതികരിക്കുന്നത് കണ്ണൂരില്ല. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നെഹന്യാവിനും കൊന്നുകളാണ് ലോകത്ത് രണ്ടാൾക്കാരെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ലോകത്തെ വ്യക്തിപരമായി തന്നെ ഞാൻ ചോദിക്കുക. ഈ ലോകത്തിൽ തന്നെ നെഹന്യാവും മോഡിയും രണ്ട് വ്യക്തികളാണുള്ളത് ഗൂഢോത്തരം ചെയ്ത് കൊല്ലേണ്ടത്. അദ്ദേഹം ഏത് സ്വർഗ വിഡ്ഢികളുടെ ലോകത്താൽ ജീവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഗൂഢോത്തരല്ല സാർ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്, ഇതിനുള്ളിലെ കുടലതന്ത്രങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന്റെ ഇപ്പൊ അടുത്ത കാലത്തുള്ള നമുക്കറിയാമല്ലോ, KPCC പ്രസിഡന്റ് ആരെങ്കിലും KPCC പ്രസിഡന്റ് സ്വൈരമായി ഇരിക്കുവാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടോ സാർ? ഇപ്പൊ ഒരു 5 വർഷത്തിനിടയിൽ ഉണ്ടായ
KPCC പ്രസിഡന്റുമാരിൽ ആരെങ്കിലും സ്വസ്ഥമായി ഇരുത്തുവാൻ കോൺഗ്രസ്സുകാർ അനുവദിച്ചിട്ടുണ്ടോ സാർ? VM സുധീരൻ മുതൽ സാർ ഇങ്ങോട്ട് പരിശോധിക്കും. അതുകൊണ്ട് കോൺഗ്രസിന്റെ കുടില തന്ത്രം 2026 ഇപ്പൊ മുഖ്യമന്ത്രി കുപ്പാൻ തുന്നിയിട്ടുണ്ട് ഇവര്. സാധ്യമല്ല സാർ, സാധിക്കൂല. ഇവർ അധികാരത്തിൽ വരൂല. ഇപ്പൊ ഇടതുപക്ഷം പുറകോട്ട് പോട്ടെ, ഇടതുപക്ഷം തന്നെ തരും. ഞാൻ ഇടതുപക്ഷ അനുകൂലിയല്ല, പക്ഷെ ഇടതുപക്ഷം വരുക. കാരണം കോൺഗ്രസ് കുടിലതന്ത്രമാണ്. കാരണം ഇപ്പം മുഖ്യമന്ത്രി ആരാണെന്നറിയോ? നമ്മുടെ വേണുഗോപാൽ KC AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക. അത് അദ്ദേഹത്തിന് കുപ്പായം വെക്കലായുള്ളൂ, അനുവദിക്കില്ല ഈ കേരളത്തിലെ ജനങ്ങൾ. കാരണം അദ്ദേഹം ഈ രാജ്യത്ത് കുടില തന്ത്രങ്ങൾ മുഴുവൻ മെനയുന്ന അദ്ദേഹമാണ്. ഇപ്പൊ അവർ ജയിച്ച പോലെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിഷയം മാറിപ്പോകുന്നുണ്ട്. ശ്രമിച്ചോ? കോൺഗ്രസിന്റെ കാര്യമായി പറയുന്നത് കോൺഗ്രസ് ഇപ്പൊ വിജയശ്രീയിൽ ആളിതരായിട്ടാണ് രാജ്യം ഭരിക്കുന്നതാണ് സാർ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അല്ല അത് ഒരു ജനാധിപത്യത്തിൽ കിട്ടിയതാർക്കാ സാർ? അതൊക്കെ ഞാൻ സമ്മതിച്ചു, അതൊന്നും ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ഒരു മത്സരം നടക്കുമ്പോൾ നമ്മുടെ എതിരാളിയുടെ ശക്തി കുറഞ്ഞു വരുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം തന്നെയല്ലേ? ഒരു സെക്കൻഡ് സാർ, ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. ഇന്ത്യൻ പാർലമെന്റ് 240, പിന്നെ എത്ര വേണം സാർ ഭൂരിപക്ഷത്തിന്? 32 സീറ്റ്. ഒരൊറ്റ കക്ഷിക്ക് 240, 28 കക്ഷികൾക്ക് 233 ആണുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു അലയൻസിന് ഒരു ഘടകകക്ഷി പോവോ അവിടത്തേക്ക്? ഇവിടെയാണ് പേര് ബുദ്ധികൾ എല്ലാവർക്കും അറിയാം. ഇതിപ്പോ നാളെ ഗവൺമെന്റ് പോകും 1 ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കാന്ന് അളവ് പറയും പോലെ അല്ല ഇത്. നമ്മൾ ആ ഇതിൽ നിന്ന് മാറുന്നുകൊണ്ടാണ് ശ്രീ ബാലകൃഷ്ണൻ. വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. ശ്രീ അൽത്താഫ് വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. ശ്രീ അൽത്താഫ്, എന്തായിരിക്കാം ഈ കെ സുധാകരനെതിരെ ഇത്രയും കൂടോത്രം ചെയ്യാൻ മാത്രം ഉള്ളൊരു ദേഷ്യം ആളുകൾക്ക്? സാറ് ഇപ്പൊ വിളിച്ചൊരു പ്രേക്ഷകൻ ഒരു ചെറിയൊരു മറുപടി കൂടി കൊടുക്കുകയാണ്. 240 സീറ്റിലേക്ക് എത്തിയ BJP അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നത് കേട്ടു. ആപ്കി ബാർ 400 പാർ എന്ന് വിളിച്ച ആളുകൾ ഭരണഘടന മാറ്റാൻ ശ്രമിച്ചപ്പം ഭരണഘടനയെ തലകൊണ്ട് മുത്തിക്കാനായിട്ട് നരേന്ദ്രമോദി തയ്യാറാക്കിയത് ഇന്ത്യ മുന്നണിയാണെന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്നലെ ഒരു ചാനലിൽ ഞാൻ പറയുന്ന കേട്ടാണ് ഈ KPCC പ്രസിഡന്റ്, KPCC എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം കൂടോത്രം പ്രദേശ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. അത് നേതാക്കളെല്ലാം കൂടെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പുരോഗമന സമൂഹത്തിന് ചേരാത്ത പ്രവണതകളാണ് ഈ KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാർ, ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് പുറത്തു വന്നത് ആരുടെ ഭാഗത്ത് നിന്നാണ്? ആരാണ് ഈ സാധനം പുറത്തു വിട്ടത്? ഇത് പുറത്തു വിട്ടത് CPM, LDF, DYFI, CPI, ASF ഒന്നുമല്ല. ഇത് ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന ഒരാൾ ഇവരുടെ കാസർഗോഡ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തായപ്പോഴാണ് ഈ കൂടോത്രക്കാരുടെ ഒരു കമ്മിറ്റി തന്നെയാണ് ഈ KPCC എന്നുള്ളത് പുറത്താകുന്നത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിനൊന്ന് എടുക്കണം. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ ഒരു കൂടോത്ര കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം നിരവധിയായ നേതാക്കളുടെ ഭാഗത്ത് വീട്ടിൽ പോയിട്ട് ഈ ഒരു മന്ത്രവാദിയും കൂട്ടി അവിടെ പോയി മാന്തിപ്പൊളിച്ച് തകിടും തരപ്പയൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് കൂടോത്രം ചെയ്ത് ഒന്ന് ഈ കസേര തട്ടിയെടുക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെ ബുദ്ധി വളരെ മികച്ച ബുദ്ധിയാണ്. കാരണം ബൂത്ത് തലത്തിൽ തൊട്ട് പ്രവർത്തിച്ച് മണ്ഡലം സെക്രട്ടറി ആയി, ജില്ലാ സെക്രട്ടറി ആയി ഒന്നും ഒരു കസാരയിലേക്ക്, ഒരു പദവിയിലേക്ക് എത്തേണ്ട കാര്യമില്ല. ഒരു തകട് കൊണ്ടേ കുടിച്ചിട്ടാ പോരെ. KPCC പ്രസിഡന്റിന്റെ കീഴിലോ അവിടെയല്ലോ. പിന്നെ ഇത് ആര് ചെയ്തു എന്നുള്ള കാര്യത്തില് രണ്ടുപേരാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, ആളുകളുടെ പേരുകൾ അവർ തന്നെ പറയട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി അൽത്താഫ് എരുമേലിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഗോപകുമാർ വിളിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഗോപകുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാർഷിക കോളേജിന് സമീപത്ത് നിന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രബോധം മനുഷ്യരിലേക്ക് വരാൻ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നത് ഈ കാർഷിക കോളേജിൽ ശാസ്ത്രീയമായി കൃഷിയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നൊരിടം. അതെ, വളരെ വ്യക്തം. പക്ഷേ ഈ കേരളത്തിൻ്റെ ഇതൊക്കെ നയിക്കേണ്ട ആളുകൾ കൂടോത്രത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ശ്രീ ഗോപകുമാറിന് എന്ത് തോന്നുന്നു? എനിക്ക് 100% ഈ കൂടപത്രത്തിനും ഈ അന്ധവിശ്വാസത്തിനും എതിരായ ഒരാളാണ്. അതിനുവേണ്ടി ഞാൻ പലവരുടെയും ബോധവൽക്കരണ ക്ലാസ് വരെ കൊടുക്കുന്ന ഒരാളാണ്. അത് ശരി. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് പിന്നെ പല പല വീടുകളിലും മന്ത്രവാദങ്ങളും ഗുരുതികളും കൊലകളും ഒക്കെ നടന്ന് കണ്ട് മടുത്ത് ഇതൊരു ഈ അറിവും ബോധവും ഉള്ളിടത്ത് നടക്കുന്ന, അറിവും ബോധവും ഇല്ലാത്തടത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയാസം നൽകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ അറിവുള്ള സുധാകര സാറിനെ പോലെ ഉള്ളവർ വരെ ഇതിന് അടിമയായി പോയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് എനിക്കുള്ളത്. അല്ല, അദ്ദേഹം അത് ആരോ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി തുറന്നു നോക്കിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അത് അങ്ങനെ കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.
ഏതായാലും അദ്ദേഹം തുറന്നു നോക്കിയെന്നേ ഉള്ളൂ. എന്നിരുന്നാൽ ഇതൊരു വാർത്ത ആയി ഇതിപ്പോ വിശ്വാസം, ഇതിനെക്കുറിച്ച് വിശ്വാസമുള്ളവർ അങ്ങ് ഭയങ്കരമായിട്ട് അന്ധവിശ്വാസത്തിൽ മുഴുകി നിൽക്കുകയാണ്. അതിലുപരി ഈ അറിവുള്ളവർ ഇതിന് എതിരായിട്ടുള്ളവരും കൂടെ അതിന് ഒരു നാണം കെട്ട ഒരു കേസ് പോലെ ഈ സമൂഹത്തിനെ ഒരു നാണക്കേട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂടപത്രത്തിന്റെ കാര്യം പറഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. പ്രദീപ്, എന്തു തോന്നുന്നു ഈ കൂടോത്ര കഥകളൊക്കെ പുറത്തു വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണമായിരുന്നോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം? നമസ്കാരം മിസ്റ്റർ മാനു. നമസ്കാരം. സുഖം എന്ന് വിചാരിക്കുന്നു. സുഖം. അല്ല, ഇവരൊക്കെ കാരണേ നമ്മളെ ശരിക്കും പറഞ്ഞ ചിരിപ്പിച്ച കൊല്ലം കേട്ട. ശരിക്കും ഈ രാഷ്ട്രീയക്കാരന്മാർ ഒരു മണ്ടന്മാരാണെന്നുള്ളതിന് അതായത് ഞാനിപ്പോ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, പൊതുവെ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ വളരെ വിഷമത്തോടെ പറയണം, എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നു, ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇത്രയ്ക്കധികം ഗതികെട്ടവന്മാരും പൊട്ടന്മാരും തലയ്ക്ക് വെളിവില്ലാത്തവന്മാരും ആയതുകൊണ്ടാണ് ചൈന ഇന്ത്യയെക്കാൾ 20 വർഷം മുമ്പിലായി ചിന്തിക്കുന്നത്. നമ്മൾ ഇപ്പോഴും അങ്ങ് വലിയ തള്ളി മറിക്കും. നമ്മൾ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ചൈന അങ്ങെടുത്ത് മറിക്കുന്നത്. ഞാൻ ഇത് വിഷയത്തിൽ നിന്ന് മാറിയാണെങ്കിൽ ഒരു കാര്യം പറയാം. ചൈനയോട് ഇന്ത്യ കിടപിടിക്കണമെങ്കിൽ കുറഞ്ഞത് 20 വർഷം എടുക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടുത്തെ ജനങ്ങൾക്കും വലിയ വിശ്വാസമില്ല. ജനങ്ങൾക്കും ഈ ദൈവവിശ്വാസവും അന്ധവിശ്വാസം ഇതൊന്നുമല്ല. അവര് സയൻസിലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മളെ ഇവിടുത്തെ പൊട്ടന്മാർ ഇപ്പോഴും അമ്പലം ഉണ്ടാക്കാനും കോവിലുണ്ടാക്കാനും അതിനകത്ത് കുരുതി കൊടുക്കാനും, ഇത് ഈ അമ്പലവും പള്ളിയിൽ നിന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, ഓരോ വിഭാഗക്കാരുടെ ഇടയിലും ഉണ്ട്. ശാസ്ത്രം എത്രത്തോളം മേലോട്ട് വളരുന്നോ അത്രത്തോളം അനുവദിക്കുന്ന ഒരു സമൂഹവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മൾ ചന്ദ്രയാനിലോട്ട് ഇവിടുന്ന് ഇത് വിട്ടപ്പോ അതിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് തിരുപ്പതിയിൽ വെച്ചു. പിന്നെ അപ്പൊ ഇത് പറയുമ്പോൾ തോന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ഇല്ല എന്ന്. താങ്കളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവിടുത്തെ കോടിയേറി ബാലകൃഷ്ണന്റെ വീട്ടിനകത്ത് ഒരു ചെറിയ അമ്പലവും അതിന്റെ പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇപ്പോഴത്തെ നിരീശ്വരവാദിയായ മഹാൻ നമ്മുടെ തെലങ്കാനയിൽ പോയപ്പോ ഒരു വാളും പിടിച്ചോണ്ടൊരു ക്ഷേത്രത്തിന്റെ മുമ്പ് പോയി നിന്നു. അതെന്താണെന്ന് അറിയാമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വിവരദോഷികളെല്ലാം ഈ നാട് മുടിക്കും. അത് ഏതൊക്കെ പാർട്ടിയുണ്ട്, എല്ലാ പാർട്ടിയിലെ വിവരദോഷികളെ കുറിച്ച് ഞാൻ പറയാണ്. ഇവന്മാർ ഈ നാടിനെ നശിപ്പിച്ച് ഇവിടെ ഒരു കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാതെ അടുത്തൊരു തലമുറ കെനിയേക്കാലോ എത്തോപ്യയെക്കാലോ നൈജീരിയയെക്കാലോ സാംസ്കാരികമായി പുറകിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രസന്നൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടോത്ര കഥകൾ ശ്രീ പ്രസന്നൻ എങ്ങനെ വിലയിരുത്തുന്നു? സാർ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട് സാർ. അതെ, ഈ വിഷയത്തിൽ എനിക്ക് എന്താ സംഭവിച്ചെന്ന് വ്യക്തമായ ഒരു അറിവില്ല. പക്ഷെ ഉള്ള അറിവ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഇത്തരം കൂടോത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമൊന്നും എനിക്ക് വിശ്വാസമില്ല. ദൈവവിശ്വാസമൊക്കെ ആവാം, ഇത് ഒരു തരം എന്താ പറയാ പ്രാകൃതമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഈ കാര്യങ്ങളിലെ ഓരോ മനുഷ്യരും ചിന്തിക്കുന്നത് അവരവരുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ചാണ്. ഇപ്പൊ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ആയാലും ഒരു ഡോക്ടർ ആയാലും ഒരു എഞ്ചിനീയർ ആയാലും ഒരു വെൽഡർ ആയാലും ഒരു ടൈലർ ആയാലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചാണല്ലോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പൊ അതിന്റെ പേരിൽ ഇതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, രാഷ്ട്രീയക്കാരിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഉന്നതമായ ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവാരം കാണുന്നില്ല എന്നതാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ പ്രസന്നൻ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തൃശ്ശൂരിൽ നിന്ന് ശ്രീ ശിവജി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശിവജി, നമ്മുടെ രാജ്യം ശാസ്ത്രബോധത്തിൽ അടിത്തറയുള്ളൊരു രാജ്യമാകണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടിലേക്ക് നാം കടക്കുമ്പോൾ ഇപ്പോഴും നാം അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണോ? വിശ്വാസം, അവിശ്വാസം, അന്ധവിശ്വാസം, ഇതാണുള്ള മൂന്നെണ്ണം. ഇത് ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമാണ്. ശാസ്ത്രം എന്നൊക്കെ ചുമ്മാ പറയാവുന്നുള്ളതേ. ശാസ്ത്രം എല്ലാം തെളിയിച്ചിട്ടുണ്ടോ? എന്താണ് മരണം എന്ന് ശാസ്ത്രത്തിന് കൃത്യമായിട്ട് പറയാൻ പറ്റൂ? മരിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റും? ഒന്നും പറ്റില്ലല്ലോ. 500-ൽ പരം കോടി ജനങ്ങൾ ലോകത്തുണ്ട്. 500 കോടി പേര് വ്യത്യസ്തരാണ്. ശാസ്ത്രം ഒന്ന് കണ്ടുപിടിക്കട്ടെ. ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്, ശാസ്ത്രത്തിന് എല്ലാ ഉത്തരവുമില്ല. പക്ഷെ കൂടോത്രത്തിന് എന്തുണ്ട് സാറേ? ഇതെല്ലാം ഇവിടെ ഈ വാചോടി ഇന്നലെ റെജി ലൂക്കോസ് ഒന്നിൽ ചിരിച്ച് കളിച്ച് പറയുന്നത് കേട്ടു. എല്ലാരിലും ഉണ്ട് സാറേ ഇതൊക്കെ.
വിശ്വാസം മനസ്സാറിലും ഉണ്ട്. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയ അന്ന് നല്ല പോലെ ഇരുത്തിയൊന്ന് രാത്രി ചിന്തിച്ചു നോക്കി. ഞാൻ കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടെന്നാണോ? ഇതൊക്കെ അങ്ങനെയാണ്, ഇതൊക്കെ കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഇത് എത്ര രാത്രി, എത്ര പാതിരാത്രി, എത്ര ആത്മാർത്ഥമായി ചിന്തിച്ചാലും ഒരു കാലത്തും എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. കൂടോത്രമല്ല, അതിനപ്പുറത്തേക്ക്. മനസ്സാറെ പ്ലീസ് ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നാൽ ഈ പ്രസ്ഥാനം ഇതുപോലെ ആകും എന്നൊരു വിശ്വാസം കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അതായത് ഇയാൾ ഇല്ലാതായാൽ ഞങ്ങൾക്ക് ഇയാളെ പ്രശ്നങ്ങളുടെ അങ്ങ് ഒഴിവാക്കി ആണല്ലോ ചിന്തിച്ചത്. കോടാലി കൊണ്ട് വെട്ടിക്കൊന്നതും ഇവനെ ഇല്ലാതാക്കിയാൽ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കാമെന്നുള്ള വിശ്വാസം. അപ്പൊ ഓരോരുത്തരും വിശ്വസിക്കുന്നത് അവനവന്റെ നേട്ടത്തിന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. അതായത് മറ്റവനെ ഇല്ലാതാക്കി എനിക്ക് എങ്ങനെ ആവാം, അത് വിശ്വാസമാണെന്ന്. പലതരത്തിലാവാം, അത് ഏതു തരത്തിലും ആവാമെന്ന്. അത് രാഷ്ട്രീയത്തിലാവാം, കൊന്നിട്ടാവാം, അല്ലാതെ ആവാം, കൂടോത്രം ചെയ്താവാം, അമ്പലത്തിൽ പോയി പൂജ ചെയ്തിട്ടാവാം, പള്ളി ചെയ്ത് പൂജ ചെയ്താൽ മുക്രിമാരെ കൊണ്ട് ചെയ്യിച്ചിട്ടാകാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമ്പലത്തിലും പള്ളിയിലും ഒന്നും ആളുകളെതിരെ എന്തെങ്കിലും തകർക്കാനോ ഇത് ചെയ്യാനോ ഒരു പ്രാർത്ഥനയില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും നന്മ വരട്ടെ എന്ന തരത്തിലാണ്. നയിക്കണേ, അല്ലെങ്കിൽ എനിക്ക് നല്ലത് വരണേ, എന്നെ കാത്തോണേ എന്നാണല്ലോ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ഇത് ഈ പുതിയ കൊല്ലുന്നതും തെറ്റാണ്, കൂടോത്രവും തെറ്റാണ്. അങ്ങനെ വിശ്വസിച്ചിട്ടാണല്ലോ അത് ക്രിമിനലുകൾ ആണ് മറ്റൊരാളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കൂടോത്രം ചെയ്യുന്നത് പടുവിഡ്ഢികളാണ് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഏതായാലും ഈ സമയപരിമിതി കൊണ്ടാണ് ശ്രീ ശിവജി, താങ്കൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണെന്നറിയാം, എപ്പോഴും വിളിക്കുമെന്നും അറിയാം. പക്ഷേ സമയപരിമിതി കൊണ്ട് ഈ വിഷയം നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. സ്വന്തം പാർട്ടിക്കാർ തന്നെയാണോ കെ സുധാകരനെതിരെ ഈ കൂടോത്രം നടത്തിയത് എന്നാണ് ഞങ്ങൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തത്. അതിൽ വലിയ വിഭാഗം 71% ആളുകൾ കെ സുധാകരനെതിരെ ഈ ഗൂഢോത്രം നടത്തിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാകാനാണ് സാധ്യത എന്ന നിലപാടുള്ളവരാണ്. അതേസമയം 29% ആളുകൾ പാർട്ടി ആയിരിക്കില്ല, അത് മറ്റാരെങ്കിലും അദ്ദേഹത്തിനെ കൂടോത്രം ചെയ്തതാകാം എന്ന നിലപാടും വ്യക്തമാക്കുന്നു. പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.